വാർത്തകളിലേക്ക് തിരിച്ചു വന്നാൽ തളിപ്പറമ്പിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ടി.കെ. ഗോവിന്ദന് കൈപ്പത്തി ചിഹ്നം നൽകുന്നതിൽ അനിശ്ചിതത്വം. കോൺഗ്രസ് ചിഹ്നത്തിൽ മത്സരിക്കുന്നതിൽ ടി.കെ. ഗോവിന്ദന് എതിർപ്പ്. കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചാൽ CPIM വോട്ടുകൾ ലഭിക്കില്ലെന്നാണ് വിലയിരുത്തൽ. എന്നാൽ ഗോവിന്ദൻ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചാൽ മാത്രമേ മത്സരത്തിൽ നിന്ന് പിന്മാറൂ എന്നാണ് കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥിയുടെ നിലപാട്. കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ UDFിൻ്റെയും ഒക്കെ പ്രവർത്തകന്മാർ എന്നോട് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ മത്സരത്തിന് രംഗത്തിറങ്ങുന്നത്. ഞാൻ പറഞ്ഞ ഒറ്റ നിർദ്ദേശമുള്ള ഒരു ഡിമാൻഡ് എനിക്കുള്ളൂ. ഇതിൻ്റെ അകത്ത് UDF പിന്തുണ നൽകുന്ന CPM എന്ന് 2 ദിവസം മുൻപ് വന്ന ടി.കെ. ഗോവിന്ദൻ മാഷ് കൈ ചിഹ്നത്തിൽ മത്സരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഞാൻ നോമിനേഷൻ കൊടുക്കില്ല, നോമിനേഷൻ കൊടുത്താൽ തന്നെ അത് പിൻവലിക്കും എന്നുള്ള ഒരുറപ്പ് എൻ്റെ ലീഡേഴ്സോട് ഞാൻ പറഞ്ഞിരുന്നു. കൈ ചിഹ്നത്തിൽ അദ്ദേഹം മത്സരിക്കാൻ തയ്യാറായി എന്ന് പറഞ്ഞാൽ ആ നിമിഷം ഞാൻ എൻ്റെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കും. അല്ലാതെ ഞാൻ ജനവികാരത്തിനനുസരിച്ച് മുന്നോട്ട് പോകും. പിന്നെ കോൺഗ്രസ് നേതാക്കന്മാരും പിന്നെ ഞാനും ചേർന്ന് തീരുമാനിച്ചു തന്നെയാണ് ഇപ്പോൾ സ്വതന്ത്രമായിട്ട് നിൽക്കുന്നതാണ് നമുക്ക് നല്ലത് എന്നുള്ള അഭിപ്രായം. അല്ല ആൾ കൈപ്പറ്റുന്നതല്ല നല്ലത്. കേവലം UDFിൻ്റെ വോട്ട് കൊണ്ടും മാത്രം തലപ്പം ജയിക്കാൻ കഴിയില്ല. കോൺഗ്രസിൻ്റെ വോട്ട് കൊണ്ടോ UDFിൻ്റെ വോട്ട് കൊണ്ടോ മാത്രം തലപ്പം ജയിക്കാൻ കഴിയില്ല. അതിൽ നമ്മളെ ഇടതുപക്ഷത്തിൻ്റെ പ്രത്യേകിച്ച് CPM എന്നുള്ള കുറേ വോട്ടുകൾ കൂടി കിട്ടിയാലേ ജയിക്കാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും CPMലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് കൈപ്പത്തി വോട്ട് ചെയ്യാനില്ല. അവരാഗ്രഹിക്കുന്നതായിരിക്കും ആ പ്രതിഷേധത്തിന് വേറൊരു ചിഹ്നം ഉണ്ടായാൽ ആ ചിഹ്നത്തിലേക്ക് വരുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആ ചിഹ്നം നമ്മൾ കൈപ്പറ്റി വേണ്ട. ഇനി മറ്റൊരിടത്ത് ഒറ്റപ്പാലത്ത് UDF സ്വതന്ത്രനായി മത്സരിക്കുന്ന മുൻ CPIM MLA P.K. ശശിക്ക് കൈപ്പത്തി ചിഹ്നം നൽകേണ്ടതില്ലെന്ന് തീരുമാനം. ശശിക്ക് പാർട്ടി ചിഹ്നം നൽകുന്നതിനെതിരെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ എതിർപ്പറിയിച്ചിരുന്നു. പ്രശ്നം പരിഹരിക്കാൻ കോൺഗ്രസിൽ അംഗത്വമെടുക്കണമെന്ന ആവശ്യം P.K. ശശിയും തള്ളിയതോടെയാണ് ചിഹ്നം നൽകേണ്ടതില്ലെന്ന തീരുമാനം. അഭിജിത്ത് മുഴക്കുന്ന് കണ്ണൂരിൽ നിന്നും അതുപോലെ ഇക്ബാൽ അറക്കൽ പാലക്കാട് നിന്നും ചേരുന്നുണ്ട്. ആദ്യം നമുക്ക് നോക്കാം. അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നു. അഭിജിത്ത്, ടി.കെ. ഗോവിന്ദന് കൈപ്പത്തി വേണ്ട, CPIM വോട്ടുകൾ കിട്ടില്ല, കൈപ്പത്തി ഉണ്ടായാൽ വെറുതെ കോൺഗ്രസിന്റെ വോട്ടുകൾ മാത്രം കിട്ടിക്കൊണ്ട് അങ്ങനെ ജയിക്കുകയുമില്ല എന്ന് പറയുകയാണ് ടി.കെ. ഗോവിന്ദൻ. അപ്പോൾ കൈപ്പത്തിയിൽ മത്സരിക്കുകയാണെങ്കിൽ മാത്രമേ താൻ മാറി നിൽക്കൂ എന്ന് വിമത സ്ഥാനാർത്ഥിയും പറയുന്നു. എന്തായിരിക്കും ഒരു തീരുമാനം? റോഷ്നി, ഇങ്ങനെ രണ്ടുപേരും നിലപാടെടുത്തതോടെയാണ് കോൺഗ്രസ് നേതൃത്വം തൃശങ്കുവിലായിരിക്കുന്നത്. കൈപ്പത്തി ചിഹ്നത്തിൽ താൻ മത്സരിക്കില്ല എന്ന് ടി.കെ. ഗോവിന്ദൻ വ്യക്തമാക്കുന്നു. അതേസമയം കൈപ്പത്തി ചിഹ്നം ടി.കെ. ഗോവിന്ദന് നൽകിയാൽ താൻ മത്സരത്തിൽ നിന്ന് പിന്മാറാമെന്ന് കൊയ്യം ജനാർദ്ദനും നിലപാടെടുക്കുന്നു. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം റോഷ്നി, വിമത സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ രീതിയിലുള്ള ചർച്ചകളൊക്കെ ഉയർന്നു വന്നത്. ടി.കെ. ഗോവിന്ദൻ ആദ്യം പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നു, അദ്ദേഹത്തിന് UDF പിന്തുണ നൽകുന്നു. ഇതോടുകൂടിയാണ് പ്രാദേശിക നേതൃത്വം ഇടഞ്ഞത്. ടി.കെ. ഗോവിന്ദനെ പിന്തുണയ്ക്കാൻ കഴിയില്ല, കാരണം അദ്ദേഹം CPM നിന്ന് പുറത്തു വന്ന ആളാണ്. ഇവിടെ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി തന്നെ വേണം, കൈപ്പത്തി ചിഹ്നത്തിൽ തന്നെ ഒരാൾ വേണം എന്നുള്ളതായിരുന്നു തളിപ്പറമ്പിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ ആവശ്യം, നേതൃത്വത്തിന്റെ ആവശ്യം. അങ്ങനെയാണ് കൊയ്യം ജനാർദ്ദനൻ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് കടന്നു വരികയും ചെയ്തത്. അതിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള ശ്രമം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ അദ്ദേഹം മുന്നോട്ട് വെച്ച ഏക ഫോർമുല ഇതാണ്: താൻ മത്സരത്തിൽ നിന്ന് പിന്മാറാം, തന്റെ വിമത സ്ഥാനാർത്ഥിത്വം താൻ പിൻവലിക്കാം, പക്ഷേ അത് ടി.കെ. ഗോവിന്ദൻ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കണം. കൈപ്പത്തി ചിഹ്നത്തിൽ മാത്രമേ ഇവിടെയുള്ള UDFുകാർ കോൺഗ്രസുകാർ വോട്ട് ചെയ്യുകയുള്ളൂ. അതാണ് വികാരം പ്രവർത്തകരുടെ എന്നാണ് കൊയ്യം ജനാർദ്ദനൻ നേതൃത്വത്തിന് മുന്നിലേക്ക് വെച്ചത്. അങ്ങനെയാണ് നേതൃത്വം ആ രീതിയിലുള്ള ഒരു ചർച്ചയുമായി മുന്നോട്ട് പോയത്. പക്ഷേ ടി.കെ. ഗോവിന്ദനും അതിൽ തന്റേതായ നിലപാട് വ്യക്തമാക്കി. താൻ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുകയാണെങ്കിൽ UDF പ്രവർത്തകരുടെ വോട്ട് ലഭിച്ചേക്കാം, പക്ഷേ അസംതൃപ്തരായ CPMകാരുടെ വോട്ട് തനിക്ക് എത്തിച്ചേരില്ല. താൻ സ്വതന്ത്രനായി നിന്നാൽ മാത്രമേ തനിക്ക് CPMകാർ വോട്ട് ചെയ്യുകയുള്ളൂ. കൈപ്പത്തി ചിഹ്നത്തിൽ ഒരിക്കലും തളിപ്പറമ്പിലെ CPM പ്രവർത്തകർ വോട്ട് ചെയ്യുകയില്ല, വോട്ടർമാർ വോട്ട് ചെയ്യില്ല എന്നുള്ളതാണ് ടി.കെ. ഗോവിന്ദന്റെ നിലപാട്. അങ്ങനെയാണ് ഇപ്പോൾ അവിടെ ഈ ചിഹ്നവുമായി ബന്ധപ്പെട്ട് ഒരു അനിശ്ചിതത്വം രൂപപ്പെട്ടിട്ടുള്ളത്. ഇതിനെ എങ്ങനെ നേതൃത്വം മറികടക്കും, കോൺഗ്രസ് ഇതിൽ എന്ത് ഫോർമുലയിലേക്ക് അല്ലെങ്കിൽ എന്ത് നീക്കത്തിലേക്ക്, തീരുമാനത്തിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ ടി.കെ. ഗോവിന്ദൻ അങ്ങനെ കൈപ്പത്തി ചിഹ്നം നൽകാനുള്ള സാധ്യത നിലവിലെ സാഹചര്യത്തിലില്ല. അതാണ് നമ്മൾ DCC നേതൃത്വവുമായി അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വവുമായൊക്കെ ബന്ധപ്പെടുമ്പോൾ മനസ്സിലാക്കുന്ന കാര്യം. അതിന് ചില പരിമിതികളൊക്കെ ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ട്. അങ്ങനെയെങ്കിൽ കൈപ്പത്തി ചിഹ്നം ഉണ്ടാവുകയില്ല. അപ്പോൾ എന്താണ് ഇനിയിപ്പോൾ കൊയ്യം ജനാർദ്ദനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നുള്ളതാണ് ആശങ്ക. മറ്റൊരു ഫോർമുല അദ്ദേഹം മുന്നോട്ട് വെക്കുമോ, അത് കോൺഗ്രസ് നേതൃത്വം അംഗീകരിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. ഇപ്പുറത്ത് ഒറ്റപ്പാലത്ത് P.K. ശശിയുടെ ചിഹ്നത്തിന്റെ കാര്യത്തിലും ചോദ്യങ്ങളാണ്. ഇക്ബാൽ ചേരുന്നുണ്ട്. ഇക്ബാൽ, മറുപുറത്ത് ടി.കെ. ഗോവിന്ദൻ പറയുന്നുണ്ട് തനിക്ക് കൈപ്പത്തി ചിഹ്നം വേണ്ട എന്ന്. ഇവിടെ P.K. ശശിക്ക് കൈപ്പത്തി ചിഹ്നം കിട്ടുന്നില്ല, ആഗ്രഹമുണ്ട് അല്ലേ? പക്ഷേ ഈ പാർട്ടിയിൽ അംഗത്വം എടുക്കണമെന്ന് പറയുമ്പോൾ P.K. ശശി അതിനെ തള്ളുകയാണ്. എന്താണ് നിലവിലെ സാഹചര്യം? P.K. ശശിക്ക് ഏത് ചിഹ്നം കിട്ടും?
ജോഷിനി, അതായത് ഒറ്റപ്പാലം മണ്ഡലത്തിലാണ് PKC UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. CPM വിട്ട ശേഷം പിന്നീട് മാർക്സിസ്റ്റ് ജനാധിപത്യ മുന്നണി രൂപീകരിക്കുകയും അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് PKC ഒറ്റപ്പാലത്ത് മത്സരിക്കുന്ന UDF പിന്തുണയോടുകൂടി. പക്ഷെ ഒറ്റപ്പാലത്ത് വിജയിക്കണമെങ്കിൽ കോൺഗ്രസിന്റെ വോട്ട് ഉറപ്പിക്കണം. അതിനോടൊപ്പം തന്നെ CPM അസംതൃപ്തരുടെ വോട്ട് നേടുകയും വേണം. ഇതിനുവേണ്ടി PKC വിഭാഗം മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ഉപാധി എന്ന് പറയുന്നത് UDF സ്വതന്ത്രരായി നിന്നുകൊണ്ട് തന്നെ കൈച്ചിഹ്നത്തിൽ മത്സരിക്കണം എന്നുള്ള കാര്യമാണ്. കൈച്ചിഹ്നം PKCയും PKCയുടെ കൂടെയുള്ള ആളുകളും കോൺഗ്രസ് നേതൃത്വത്തോട് ആവശ്യപ്പെടുന്നു. ആദ്യഘട്ടത്തിൽ ഇതിനോടൊരു അനുകൂല നിലപാട് നേതൃത്വം സ്വീകരിച്ചെങ്കിലും ഒറ്റപ്പാലത്തെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ഇത്തരത്തിൽ കോൺഗ്രസിൽ ചേരാത്ത ഒരാൾക്ക് കൈപ്പത്തി ചിഹ്നം നൽകുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. അത് പാർട്ടി പ്രവർത്തകരോട് ചെയ്യുന്ന അവഗണനയുടെ ഭാഗമായി മാറും പിന്നീട്, അല്ലെങ്കിൽ അവരോട് ചെയ്യുന്ന ഒരു തെറ്റായി മാറും എന്നുള്ളത് നേതൃത്വത്തെ അറിയിക്കുന്നു. പിന്നീട് നേതൃത്വം PKCയെ ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിൽ ചേർന്നാൽ കൈപ്പത്തി ചിഹ്നം നൽകാമെന്നുള്ള കാര്യം അറിയിക്കുന്നു. പക്ഷേ ഒരിക്കലും കോൺഗ്രസിൽ ചേരാൻ കഴിയില്ല. കാരണം അത്തരത്തിലൊരു നീക്കം നടത്തുകയാണെങ്കിൽ പിന്നീട് CPM-നകത്തെ അസംതൃപ്തരുടെ വോട്ട് ഒറ്റപ്പാലത്ത് ലഭിക്കുകയില്ല. അത് വിജയമില്ലാതെ ആക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്യുമെന്ന് അറിയിക്കുന്നു. ഇതോടുകൂടിയാണ് പിന്നീട് കോൺഗ്രസ് നേതൃത്വം അങ്ങനെയാണെങ്കിൽ കൈപ്പത്തി ചിഹ്നം നൽകാൻ കഴിയില്ല എന്നുള്ള കാര്യം PKCയെയും അദ്ദേഹത്തിന്റെ മാർക്സിസ്റ്റ് ജനാധിപത്യ പാർട്ടിയെയും അറിയിക്കുകയും ചെയ്തത്. ഏതായാലും പിന്നീട് സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കാൻ PKCയും അദ്ദേഹത്തിന്റെ പാർട്ടിയും തീരുമാനിക്കുന്നു. ഏതായാലും നിലവിലൊരു 3 സ്വതന്ത്ര ചിഹ്നം അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ വെച്ചിട്ടുണ്ട്. അതിലൊരു ചിഹ്നത്തിലായിരിക്കും PKC മത്സരിക്കുക. ഏതായാലും PKCയും പാർട്ടിയും ആവശ്യപ്പെട്ടതുപോലെ കൈപ്പത്തി ചിഹ്നത്തിൽ ഒറ്റപ്പാലത്ത് മത്സരിക്കാൻ കഴിയില്ല. ആ സ്ഥിതിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഒറ്റപ്പാലത്തെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുടെ ആവശ്യത്തെ തുടർന്ന്. ഓക്കെ, അപ്പൊ ചിഹ്നത്തിലെ ചോദ്യങ്ങൾക്ക് ഉടൻ തന്നെ ഉത്തരം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. PK ശശി എന്തായാലും കൈപ്പത്തി ചിഹ്നം ലഭിച്ചില്ലെങ്കിൽ മറ്റേത് ചിഹ്നത്തിൽ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇനി അധികം ദിവസങ്ങളൊന്നുമില്ല.